എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഇതിനെന്താണ് ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സിഗ്നിഫിക്കൻസ്. ഒരു 16 പോയിന്റ്സ് ഉണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. So the first one, നമ്മൾ പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ എൻഹാൻസിങ് ടീച്ചിങ് ഇഫക്റ്റീവ്നെസ് ആൻഡ് ഓവറോൾ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്. അപ്പം ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്കറിയാമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടീച്ചിങ് സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ എൻഹാൻസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിനെ തന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഹാൻസിങ് the education methods. Okay, so first one നമുക്ക് നോക്കാം എന്താണ് സിഗ്നിഫിക്കൻസ്. It helps to understand the stages of development. അതായത് നമ്മുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, ഒരു കുഞ്ഞുണ്ടായി അത് കുഞ്ഞ് ജനിച്ച് വളർന്നു വരുമ്പോൾ ഉള്ള സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സഹായത്തോടെ നമുക്ക് പറ്റും. അതായത് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ഡെവലപ്മെന്റ് സച്ച് ആസ് ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. പിന്നെ എന്താണ്? സ്റ്റഡി ദ ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ഫോർ ഈച്ച് ഓഫ് ദീസ് സ്റ്റേജസ് ഇൻ റിഗാർഡ് വിത്ത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഓരോ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റും ഓരോ ഡെവലപ്മെന്റ് ആണ്, അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ്. അപ്പൊ സ്റ്റേജസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള ഡെവലപ്മെന്റും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഒരു കുട്ടിക്ക് 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല 5ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? കാരണം 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഗ്രാസ്പിംഗ് എബിലിറ്റിയും 5ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ എബിലിറ്റിയും രണ്ടും രണ്ടായിരിക്കും. സോ ഇത് നമ്മൾ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ആ ഒരു ഡിഫറൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഇസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. പിന്നെ എന്താണ്? It also helps to design curriculum and design the ways of teaching in different stages. Again, അത് തന്നെയാണ് പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന പോലല്ല കുറച്ച് വലുതായ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്തറിയണം? കുട്ടിയുടെ സ്റ്റേജ് അറിയണം, ആ സ്റ്റേജിലെ ഡെവലപ്മെന്റ്സ് അറിയണം. ഇത് എവിടെ നിന്ന് നമുക്ക് പഠിക്കാം? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നിന്ന് പഠിക്കാം. സോ ദിസ് കംസ് ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ്. അടുത്ത എന്താണ്? വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. ദ ലേണർ ആരാണ്? നമ്മുടെ കുട്ടി, അല്ലേ? ആ കുട്ടിയെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മളെ സഹായിക്കും. സോ കീ ഫാക്ടർ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ചൈൽഡ് സെൻട്രിക് ആണ്, അല്ലേ? ഏറ്റവും സെന്ററിൽ വരുന്ന ആരാണ്? ചൈൽഡ് ആണ്. ഈ കുഞ്ഞിനെ എങ്ങനെ നമുക്ക് പഠിപ്പിക്കാം? ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പഠിപ്പിക്കുന്നതും കുഞ്ഞ് പഠിക്കുന്നതും ഈ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കുഞ്ഞിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാകണം, അല്ലേ? അപ്പം ലേണറിനെ നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? എഡ്യൂക്കേഷണൽ സൈക്കോളജി കൊണ്ട്. എന്തൊക്കെ മനസ്സിലാക്കാം? നമുക്ക് ലേണറുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാം. കുട്ടിയുടെ ഇൻട്രസ്റ്റ് എവിടെയാണ്? ആ കുട്ടിക്ക് എത്ര ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്? ആറ്റിറ്റ്യൂഡ് എന്താണ് ആ കുട്ടിയുടേത്? വേറെ എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട് ആ കുട്ടിക്ക്? വാട്ട് ആർ ഹിസ് ഓർ ഹെർ നീഡ്സ്, അല്ലേ? ബിഹേവിയർ എന്താണ്? ബിഹേവിയർ എങ്ങനെയാണ്? പിന്നെ എന്താണ്? മെന്റൽ ഹെൽത്തിന്റെ സിറ്റുവേഷൻസ്. കാരണം ഇപ്പം ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു കാലമാണ്, കുട്ടികൾക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടാകുന്നുമുണ്ട്, അല്ലേ? അപ്പൊ ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചും മെന്റൽ ഹെൽത്തിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിഞ്ഞിരുന്നാലേ നമുക്ക് അത് ഡീൽ ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ ദിസ് ക്യാൻ ബി ഡൺ യൂസിങ് വാട്ട്? എഡ്യൂക്കേഷണൽ psychology. So this is a second significance. Third one എന്താണ്? It helps to understand the nature of classroom learning. Classroom learning ന്റെ nature മനസ്സിലാക്കാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി കൊണ്ട് നമുക്ക് പഠിക്കാം. എന്താണ്? അഡാപ്റ്റ് അക്കോർഡിംഗ് ടു ദ ലേണർ. ക്ലാസ് റൂമിൽ നമ്മുടെ നമ്മുടെ കുഞ്ഞിനെ അനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, കുഞ്ഞിന്റെ എക്സ്പോഷർ ലെവൽ. ഇപ്പൊ നമ്മൾ ഒരു എന്താ പറയാ, പറക്കുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മീൻസ് ഫ്ലൈയിങ്ങിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ കുഞ്ഞിന്റെ ഏജ് അനുസരിച്ച് എടുക്കും, അല്ലേ? നമ്മൾ ആദ്യം കുഞ്ഞ് കണ്ടിട്ടുണ്ടാകുന്ന കാക്ക പറക്കുന്നതായിരിക്കും. അപ്പൊ കാക്ക പറക്കുന്നത് വെച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. സോ ലേണറിനെ മനസ്സിലാക്കി ആ ലേണറിന് ഉതകുന്ന വിധം നമ്മൾ എന്ത് ചെയ്യും? പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ എന്താണ്? ഫോർമുലേറ്റ് റെമഡിയൽ മെഷേഴ്സ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്. റെമഡിയൽ മെഷേഴ്സ്, അതായത് ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് നമ്മൾ കൊടുക്കും? റെമഡിയൽ മെഷേഴ്സ് കൊടുക്കും. അത് വേറൊരു രീതിയിൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ understanding the nature of classroom learning. Next എന്താണ്? It helps in understanding the individual differences. നമ്മൾ പറഞ്ഞു ഓരോ കുഞ്ഞും ഡിഫറെന്റ് ആണ്, അല്ലേ? ഓരോ കുഞ്ഞും ഡിഫറെന്റ് ആകുമ്പോൾ ഓരോ കുഞ്ഞിനെയും നമ്മൾ എങ്ങനെ ഒരേപോലെ പഠിപ്പിച്ചു പോയാൽ എല്ലാവർക്കും മനസ്സിലാവോ? ഇല്ല. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം?
ഒരേ ഒരു ലേണിംഗ് സ്റ്റൈൽ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് വിൽ ഹാവ് ടു അക്കോമഡേറ്റ് ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസ്. പല രീതിയിലായിരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ ഇത് നമുക്ക് എവിടുന്ന് പഠിക്കാം? രീതികൾ നമുക്ക് പഠിക്കാം. അത് രീതിയുടെ ആവശ്യം നമുക്ക് പഠിക്കാം എവിടുന്ന്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നിന്ന്. പിന്നെ എന്താണ്? സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലേ? അവർക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് അറ്റൻഷൻ കൊടുക്കാം. ഇറ്റ് എക്വിപ്സ് ടീച്ചേഴ്സ് വിത്ത് ദ നോളജ് ടു ഐഡന്റിഫൈ ആൻഡ് സപ്പോർട്ട് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ്, ഇൻക്ലൂഡിങ് ദോസ് വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. രണ്ടുപേരെയും കണ്ടുപിടിക്കാം. ചില സ്റ്റുഡൻസ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, അവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡിസബിലിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങളെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ത്രൂ പ്രോപ്പർ ഇന്റർവെൻഷൻസ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എഡ്യൂക്കേഷനെ നമുക്ക് നല്ലൊരു രീതിയിൽ എല്ലാ കുട്ടികൾക്കും ഉതകുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു ഐഡന്റിഫൈ ഈച്ച് സ്റ്റുഡന്റ് ആസ് എ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ with different levels of intelligence, aptitudes, challenges, potentials, likes and dislikes. അപ്പം ഓരോ കുട്ടിയെയും നമ്മളൊരു ഇപ്പം ഒരു ക്ലാസ്സിനെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് കാണുന്നതിന് പകരം നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ഓരോ കുഞ്ഞിനെയും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത്. ആ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ആ ഇൻഡിവിജ്വലിന് എന്താണ്? ആ ഒരു കുട്ടിക്കായിട്ട് ഒരു പെർട്ടിക്കുലർ ഇന്റലിജൻസ് ഉണ്ടായിരിക്കും, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, അനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് വേറെ ആയിരിക്കും, കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. സോ നമുക്ക് ഇതിനെല്ലാം നർച്ചർ ചെയ്യാൻ കഴിയും. സോ ദിസ് വിൽ ഹെൽപ്പ് us to understand the individual differences. നെക്സ്റ്റ് എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി വിൽ ഹെൽപ്പ് ടു സോൾവ് ക്ലാസ് റൂം പ്രോബ്ലംസ്. ക്ലാസ് റൂമിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി equips us teacher to deal with classroom issues like bullying, peer pressure, cheating in exams. നമ്മൾ ക്ലാസ് റൂമിൽ പൊതുവെ കുട്ടികളുടെ ഇടയ്ക്ക് കാണുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ അല്ലേ? ഇതൊക്കെ ഡീൽ ചെയ്യാൻ നമുക്ക് പഠിക്കാം. പിന്നെ എന്താണ്? ടീച്ചേഴ്സ് ക്യാൻ സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നീഡ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് പ്രോബ്ലംസ് ഉള്ള കുട്ടികളെ പിന്നെയും ഐഡന്റിഫൈ ചെയ്യാനും അവരെ മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഇതെല്ലാം സാധിക്കും. പിന്നെ ഡൈനാമിക്സ് ഓഫ് എ ഗ്രൂപ്പ്, അതായത് ഇവരെല്ലാം ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിന്റെ സൈക്കോളജി എന്ന് പറയുന്നതിന് ഡിഫറെന്റ് ആണ് അല്ലേ? ഒരു കുട്ടി ഒറ്റയ്ക്ക് ചിലപ്പം ആരെയും ചോദ്യം ചെയ്യില്ലായിരിക്കും, പക്ഷേ ഒരു കുട്ടികളുടെ ഗ്രൂപ്പ് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പ് സൈക്കോളജി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം. അപ്പം ഗ്രൂപ്പിനെയും പഠിക്കാൻ സാധിക്കും. പിന്നെ എന്താണ്? ആൻഡ് വേരിയസ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സബ്ജക്ട് കൊണ്ട് കഴിയും. പിന്നെ എന്താണ്? ടു ഡെവലപ്പ് ദ നെസസറി സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ്. നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ഹെൽപ്പിംഗ് ടീച്ചേഴ്സ് ഡെവലപ്പ് ദ എസെൻഷ്യൽ സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റ് നീഡഡ് ഫോർ ഇഫക്റ്റീവ് ടീച്ചർ. നമ്മളൊരു നല്ല ടീച്ചർ ആവണമെങ്കിൽ അതിനായിട്ട് എന്തൊക്കെ സ്കിൽസ് വേണം, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം അല്ലേ? ഇതിലെല്ലാം നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. By providing a deep understanding of learning processes, student behavior and instructional strategies, educational psychology equips teacher with the tools necessary to foster a positive and productive learning environment. അതായത് നമ്മൾക്ക് എന്താ ഉള്ളത്? നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അല്ലേ? ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച്, ലേണറിനെ കുറിച്ച്, സ്റ്റുഡൻറ്റിന്റെ ബിഹേവിയറെ കുറിച്ച്, ഇതെല്ലാം കൂടെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് എന്താണ്? ഒരു ബെറ്റർ പെർഫോമൻസ് കൊടുക്കാൻ പറ്റും ആസ് എ ടീച്ചർ അല്ലേ? എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ക്ലാസ്സിനെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും.